നമസ്കാരം. ഏറെ വിവാദങ്ങൾക്കും ചർച്ചയ്ക്കുമൊക്കെ വഴിവെച്ച ഒരു സംഭവമായിരുന്നു 2016 നവംബർ 8 നടത്തിയ നോട്ട് നിരോധനം. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു ഇതുപോലെ എന്തെങ്കിലും കടുത്തൊരു തീരുമാനം സർക്കാരിന് എടുക്കേണ്ടി വരുമെന്ന്. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ നോട്ട് നിരോധിക്കണമെന്ന് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ മുന്നിൽ വന്നതാണ് നിർദ്ദേശം. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമുണ്ടായില്ല. ഈ നോട്ട് നിരോധിച്ചതിന് ശേഷം രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരുപാട് തവണ വിമർശിക്കപ്പെട്ടതാണ് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ. മലയാള മനോരമയൊക്കെ കോൺഗ്രസ് അനുഭാവം കാണിക്കുന്ന പത്രമാണ്. അതിനാൽ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ നിരവധി വാർത്തകൾ പടച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു പത്രമാണ് മലയാള മനോരമ. ആ മനോരമയിൽ തന്നെ അതായത് കഴിഞ്ഞ 7-ാം തീയതി വന്ന ഒരു വാർത്തയിൽ അവരിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, നോട്ട് നിരോധനം വലിയ ഒരു ശരിയായിരുന്നു എന്ന് അവർക്ക് തന്നെ വാർത്ത കൊടുക്കേണ്ടി വരുന്നു. ഈ മാസം തുടക്കത്തിൽ നൂർ മുഹമ്മദ് എന്ന ഒരു കള്ളനോട്ട് കച്ചവടക്കാരെന്നോ പാകിസ്ഥാനിൽ ഇന്ത്യൻ രൂപയുടെ കള്ളനോട്ടുകൾ അച്ചടിച്ച് അത് ദുബായിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നേപ്പാൾ വഴി അങ്ങനെ അവിടെ നിന്ന് UP-യിലേക്ക് കടത്തി അവിടെ നിന്ന് കേരളത്തിൽ വരെ വിതരണ ശൃംഖലയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന നൂർ മുഹമ്മദ് എന്നൊരു വ്യക്തി ഈ മാസം തുടക്കത്തിൽ ബീഹാറിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം, അയാൾ ഇക്കാലം അത്രയും ഒളിവിൽ കഴിഞ്ഞത് നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലായിരുന്നു എന്നാണ്. 2016 നോട്ട് നിരോധിച്ചതിന് ശേഷം നിൽക്കക്കള്ളിയില്ലാതെ വരികയും അയാളുടെ കൂട്ടാളികൾ കൊല്ലപ്പെടുകയും ചെയ്തതിന് ശേഷം നേപ്പാൾ വഴി അയാൾ ഇന്ത്യയിലേക്ക് കടക്കുകയാണുണ്ടായത്. അവിടെ നിന്ന് കേരളത്തിൽ വന്ന് ഒളിവ് ജീവിതം നയിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ബീഹാറിലേക്ക് പോകുന്ന സമയത്ത് ഈ മാസം തുടക്കത്തിൽ അവിടെ അന്വേഷണ ഏജൻസികൾ ഇയാളെ പിടികൂടുന്നു. ഇവിടെ അവസാനം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പാരഗ്രാഫ് മാത്രം നോക്കുക. 1000-ൻ്റെ നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം കള്ള നോട്ട് സംഘങ്ങൾക്ക് തല പൊക്കാൻ പറ്റാതായി എന്ന് പ്രത്യേകം ആ കോളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നോട്ട് നിരോധനം ഒരു വലിയ ശരിയായിരുന്നു എന്ന് മറ്റൊരു തെളിവിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് മനോരമയിൽ തന്നെ അച്ചടിച്ചു വന്നത് എന്നതാണ് കാലത്തിൻ്റെ ഒരു കാവ്യനീതി. കർമ്മ എന്നൊക്കെയാണ് വിശ്വാസമുള്ളവർ ഇതിനെ പറയുന്നത്, കർമ്മഫലം എന്നൊക്കെ പറയും. മനോരമ അടക്കമുള്ള ഒരുപാട് പത്രങ്ങൾ നിരന്തരം നരേന്ദ്രമോദിക്കെതിരെയും BJP സർക്കാരിനെതിരെയും ഈ നോട്ട് നിരോധനത്തിൻ്റെ കാര്യം വെച്ച് തന്നെ പല വാർത്തകളും കൊടുത്തിട്ടുണ്ട്. നോട്ട് മാറാൻ പോയ വൃദ്ധൻ വണ്ടി ഇടിച്ച് മരിച്ചു, അറ്റാക്ക് വന്ന് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെ നോട്ട് നിരോധനമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വാർത്തകൾ വരെ നോട്ട് നിരോധനത്തെ ബന്ധപ്പെടുത്തി അവർ വാർത്ത കൊടുത്തിരുന്നു. അത്രമാത്രം ജനങ്ങളുടെ വികാരം സർക്കാരിനെതിരെ തിരിക്കാൻ അവർ നോക്കിയിരുന്നു. പക്ഷേ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നോട്ട് നിരോധനം എന്നത് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. ഇതിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള നൂർ മുഹമ്മദ് എന്ന ഭീകരവാദി അയാൾ ഒളിവിൽ കഴിഞ്ഞത് കേരളത്തിലാണ് എന്നുകൂടി അവർക്ക് പറയേണ്ടി വരുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോഴാണ് അയാൾ പിടിക്കപ്പെട്ടത്. അയാൾ എന്താണ് ചെയ്തു വെച്ചിരുന്നതും എന്നും ഇതിൽ അവർ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. 2014 ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ഏതാണ്ട് 5000-ഓളം 1000-ൻ്റെ നോട്ടുകളുമായി ഒരു സംഘം പിടിക്കപ്പെടുന്നു. തുടർന്നുള്ള അന്വേഷണമാണ് ഈ വലിയ റാക്കറ്റിനെ പറ്റിയുള്ള സൂചനകൾ സർക്കാരിനും മറ്റും ലഭിക്കുന്നത്. തുടർന്ന് നോട്ട് നിരോധനം എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അവർക്ക് പോവേണ്ടി വന്നു. അല്ലായിരുന്നുവെങ്കിൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു കാര്യവുമില്ലാതല്ല നോട്ട് നിരോധിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ അതിൻ്റെ അനന്തരഫലമായിട്ട് പാകിസ്ഥാൻ്റെ അവസ്ഥ ഇന്ന് നോക്കുക. അന്ന് കള്ളനോട്ട് അച്ചടിച്ച് അത് നമ്മുടെ ഇടയിൽ തന്നെ വിതരണം ചെയ്താണ് അവരവരുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കിക്കൊണ്ടിരുന്നത്. നോട്ട് നിരോധിച്ചതിന് ശേഷം പാകിസ്ഥാൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ലോകത്തിനറിയാം. ആട്ടയ്ക്ക് പോലും ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട, യാചിക്കേണ്ട അവസ്ഥയിൽ ആ രാജ്യമെത്തി. നോട്ട് നിരോധിച്ച് ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിലാണ് അതിൻ്റെ മുഖ്യ കണ്ണി. അയാളെപ്പറ്റി അയാളുടെ രൂപഭാവങ്ങളോടുകൂടി തന്നെ ദുരന്തർ എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഈ കള്ളനോട്ട് അച്ചടിച്ചുകൊണ്ടിരുന്ന ആൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട്? ഇന്ത്യ നോട്ട് നിരോധിച്ചുകൊണ്ട് മാത്രം. അതേ സംഘത്തിൽപ്പെട്ട ആളാണ് അത്. ഒരെണ്ണം സിനിമയിൽ കാണിക്കുന്നത് സമാനമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരാളിൻ്റെ കാരിക്കേച്ചർ പോലുള്ളൊരു രൂപമാണ് എങ്കിൽ നൂർ മുഹമ്മദ് എന്ന ആൾ പിടിക്കപ്പെട്ട ആൾ ആ സംഘത്തിലുള്ള ആൾ തന്നെയാണ്. 1000-ൻ്റെയും 500-ൻ്റെയും കള്ളനോട്ടുകൾ കണ്ടെയ്നർ കണക്ക് നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ വന്ന് ചാടിയിട്ടുണ്ട് എന്ന് VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്തെ മാധ്യമങ്ങൾ നോക്കിയാൽ, പത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാലം ഒരു 5-10 വർഷം മുന്നോട്ട് പോയിരുന്നെങ്കിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ചിന്തിക്കുക. നമ്മളിപ്പോൾ പാകിസ്ഥാനേക്കാൾ, സിറിയയേക്കാൾ മോശം അവസ്ഥയിൽ കിടന്നേനെ. അവിടെ നിന്നും സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചെടുക്കുകയാണ് നരേന്ദ്രമോദിയും BJPയും ചെയ്തത്. അന്ന് അതിനെ കുറ്റം പറഞ്ഞ പത്രങ്ങൾ തന്നെ നോട്ട് നിരോധനം ഒരു വലിയ ശരിയായിരുന്നു എന്നിപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. ആ പത്രവാർത്ത നോക്കുക. അത് വായിക്കുന്ന സാക്ഷരരായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവനും ആയിക്കോട്ടെ, ഈ വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾ അവസാനം എത്തിച്ചേരുന്നത് ഒരേ ഒരു പോയിന്റിൽ മാത്രമായിരിക്കും. നോട്ട് നിരോധനം ഒരു വലിയ ശരിയായിരുന്നു എന്ന ആ പോയിന്റിൽ മാത്രം.